കോഴിക്കോട് SM സ്ട്രീറ്റിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഹൽവകൾക്ക് പേര് കേട്ട നമ്മുടെ സ്വന്തം മിഠായി തെരുവ്. അപ്പോൾ ഇവിടെ ശങ്കരൻ ബേക്കറി, അവിടെ പച്ചമുളക് ഹൽവ, പച്ചമുളക് കൊണ്ടുണ്ടാക്കുന്ന ഹൽവ, അങ്ങനെ ഒരു വെറൈറ്റി സാധനം ഉണ്ടെന്ന് കേട്ടിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്ട്രീറ്റിൽ നിന്ന് നേരെ പിടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അങ്ങേ അറ്റത്തായിട്ട് വരും നമ്മുടെ ശങ്കരൻ ബേക്കറി. എന്തായാലും നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം, നടന്നു നോക്കാം, ഈ സാധനം ഒന്ന് രുചിച്ച് നോക്കാം. എന്താ മിഠായി തെരുവിൽ വരാതെ കോഴിക്കോട് നിന്ന് ആരും മടങ്ങി പോകാറില്ല. ഈ മിഠായി തെരുവിലെ ശങ്കരൻ ബേക്കറിയുടെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പച്ചമുളക് ഹൽവയാണ്. പച്ചമുളക് കൊണ്ടുണ്ടാക്കുന്ന ഹൽവ. അതിനെപ്പറ്റി ഇപ്പം നിങ്ങൾക്ക് തോന്നിയ പോലെ തന്നെ ഒരു ക്യൂരിയോസിറ്റി തോന്നിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ പച്ചമുളക് ഹൽവ എങ്ങനെ ഉണ്ടാക്കാം, എന്താണ് അതിൻ്റെ രീതി, എന്താണ് അതിൻ്റെ രുചി എന്നറിയണമെങ്കിൽ പക്ഷെ നിങ്ങൾ തന്നെ ഇവിടെ വരണം. സോ നമ്മളിപ്പോൾ അകത്തേക്ക് കിടക്കാൻ പോവുകയാണ്. ഈ കടയുടെ ഓണറിനകത്തുണ്ട്. അത് മാത്രമല്ല, ഈ ഒരു കൂട്ടിൻ്റെ പച്ചമുളക് ഹൽവ ഉണ്ടാക്കുന്ന ആ കൂട്ടിൻ്റെ ഉപജ്ഞാതാവ് എന്ന് തന്നെ പറയാം. ഇവിടുത്തെ മെയിൻ കുക്കായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തോട് നമുക്ക് സംസാരിക്കാം, ഇതിനെപ്പറ്റി കൂടുതൽ അറിയാം. ശങ്കരൻ ബേക്കറിയിലെ മെയിൻ കുക്കും, അതായത് നമ്മുടെ പച്ചമുളക് ഹൽവയുടെ ഉപജ്ഞാതാവായ അസ്ലം ഒക്കെയാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ ഇക്ക പറഞ്ഞു തരും എന്തൊക്കെയാണ് ഇതിൻ്റെ ഗുട്ടൻസ്, എന്താണ് ഇതിൻ്റെ രുചിയുടെ രഹസ്യം, ഇതൊക്കെ അസ്ലം ഒക്കെ പറഞ്ഞു തരും. ഇക്ക, എങ്ങനെയാണ് ഈ ഒരു ചിന്തയിലേക്ക് എത്തിയത്? അതായത് മധുരവും എരിവും ഇത് രണ്ടും കൂടി ചേർത്തിട്ട് കോമ്പിനേഷൻ ഉണ്ടാക്കാന്ന് എങ്ങനെയാണ് ആ ഒരു ചിന്തയിലേക്ക് എത്തിയത്? സാധാരണ എല്ലാവരും ഹലുവ എന്ന് ഉദ്ദേശിച്ചാൽ തന്നെ മധുരമാണ്. അപ്പോൾ അതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് ഞങ്ങളെ തിരഞ്ഞു വരുന്നവർക്ക് എന്ത് കൊടുക്കാന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഇങ്ങനെ ഒരു ഇത് ഉണ്ടാക്കാനുള്ള സംരംഭം ഉണ്ടായത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കി. ആദ്യം ഞാൻ വീട്ടിൽ ട്രൈ ചെയ്തു. അപ്പോൾ വിജയകരമായി കണ്ടപ്പോൾ ഞാൻ 2-3 ആൾക്ക് കൊടുത്തു നോക്കിയപ്പോൾ എല്ലാവരും ഗുഡ് പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെ ഇറക്കി. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഇതുവരെ ഉള്ളതിൽ നല്ല റെസ്പോൺസാണ്. എല്ലാവരും നന്നായിട്ട് വാങ്ങിക്കുന്നുണ്ട്. ഒരു സ്പെഷ്യൽ ടേസ്റ്റ് പച്ചമുളകിൻ്റെ ഹലുവ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു അത്ഭുതം, പച്ചമുളകിൻ്റെതോ എന്ന് ചോദിച്ചിട്ടാണ് ഞങ്ങളുടെ അടുത്ത് നിന്ന് വാങ്ങിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പച്ചമുളക് ഹൽവ ഉണ്ടാക്കുന്നത്? ചേരുവകളൊക്കെ എന്തായാലും അസ്ലമിക്ക ഉണ്ടാക്കുന്ന പോലെ നമ്മൾ ഉണ്ടാക്കിയാൽ വരില്ല. എന്നാലും ഒന്നറിയാൻ വേണ്ടി ക്യൂരിയോസിറ്റി കൊണ്ടാണ്. എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്? അതെന്ന് വെച്ചാൽ ഞങ്ങൾ പ്യൂറായിട്ട് പച്ചമുളകാണ് കൂടുതലായിട്ട് ആഡ് ചെയ്യുന്നത്. പച്ചമുളക് എടുത്ത് അത് മിൽക്കും ഗീയും ഒരേ അളവിൽ ചേർത്ത് അത് ക്രഷ് ചെയ്തെടുത്ത് ശേഷമാണ് പച്ചമുളക് ഈ സോസ് പോലെ ആക്കി ഞങ്ങൾ തന്നെ മിക്സ് ചെയ്തെടുക്കും. കാരണം പുറത്തുനിന്ന് സോസ് വാങ്ങിക്കല്ല ചെയ്യുന്നത്, ഞങ്ങൾ തന്നെ മിക്സ് ചെയ്തെടുക്കും. പഞ്ചസാരേൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് കുറച്ച് വീതം കൊടുത്ത് അതിന് പാകമായുള്ള ലെവലിൽ എത്തുന്നവരെ കുറച്ച് പച്ചമുളക് കൊടുത്തതിന് ശേഷമാണ് ഇത് ഉണ്ടാക്കുന്നത്. അത് കുറച്ച് കൂടിയാലും കുറച്ച് കുറഞ്ഞാലും അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും. അപ്പോൾ അത്രയും ശ്രദ്ധയോടെ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഈ പച്ചമുളക് ഹൽവ. ഇനി നമുക്ക് പച്ചമുളക് ഹൽവ ഒന്ന് കണ്ടാലോ? ഏകദേശം 90 വർഷത്തെ പഴക്കമുണ്ട് ശങ്കരൻ ബേക്കറിക്ക്. കടപ്പമണ്ണിൽ ചന്തുക്കുട്ടി എന്ന കോഴിക്കോടുകാരൻ്റെ സ്വപ്നമായിരുന്നു ഈ കട. അത് തലമുറകൾ കൈമാറി വന്ന് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കൊച്ചുമകൻ ഋഷിൽ ചേട്ടനാണ് ഈ കട നടത്തുന്നത്. നമുക്ക് ഋഷിൽ ചേട്ടനോട് ചോദിക്കാം ഈ കടയുടെ ഉത്ഭവം. ഇവിടെ മെയിനായിട്ട് നമ്മൾ ഈ വെരുത്തുകാർ കച്ചവടം നമുക്ക് മെയിനായിട്ട്, അതായത് കൊല്ലം മുതൽ കാസർഗോഡ് വരെയുള്ള ആളുകൾ. അപ്പോൾ ഇവിടെ ട്രെയിൻ ടൈമിലാണ് നമ്മുടെ കച്ചവടം ഇവിടെ മെയിനായിട്ട്. പഴമയുള്ള രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ നീക്കി കൊണ്ടുവന്നത്. ആണ് ഇപ്പം പുതിയ ടെക്നോളജി കാര്യങ്ങളൊക്കെ വന്നിട്ട് ഞങ്ങൾ ഇതിലേക്കൊന്നും ഞങ്ങൾ പോയിട്ടില്ല. ഞങ്ങളിപ്പോൾ പഴമ യഥാർത്ഥത്തിൽ 10 വർഷം പിന്നീട് കൊണ്ടുപോകാൻ വിറക്, ചിരട്ട, ചേരി ഇതൊക്കെ യൂസ് ചെയ്തിട്ട് എപ്പോഴും നമ്മൾ ഹലുവ ചെയ്യുന്നത്. എല്ലാ സാധനങ്ങളും പപ്പക്കൂട്, ഇപ്പോൾ കേക്ക് ഐറ്റംസ് ചെയ്യുന്നത് പപ്പക്കൂട് തന്നെയുള്ളൂ. ഇപ്പോൾ ഓവനിലൊക്കെ പുതിയ ടെക്നോളജിയിലൊന്നും ഞങ്ങൾ പോയിട്ടില്ല. അവർ ചെറുമക്കളായിട്ട് തന്നെ പോകുന്നത് ഒരു പാരമ്പര്യമല്ല. അതെന്ന് പുതിയ പണിക്കാരുണ്ട്, അവർ താവഴി പോവുകയാണ്. ഇപ്പോൾ അസ്ലമായാലും അസ്ലമിൻ്റെ വെല്ലുപ്പായിരുന്നു നമ്മുടെ മൂപ്പൻ TK മൊയ്തീൻക, അവൻ്റെ കൊച്ചുമോനാണ് അസുർ. അപ്പോൾ ഞങ്ങൾ താവഴിയായിട്ട് തന്നെ പോവുക. ഇപ്പൊ ഞങ്ങളുടെ പുതിയ ഐറ്റം അവിടെ പത്തിപ്പഴം ഉണ്ട്, പിന്നെ മാംഗോ ഉണ്ട്, പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്, ഇളനീര്, ഈത്തപ്പഴം, പിന്നെ അടിയലുവ ഉണ്ട്. കോഴിക്കോടിന്റെ ഫസ്റ്റ് അലുവ ടമ്പർ അലുവ, റബ്ബർ മരുള്ള അലുവ. അത് ഞങ്ങളൊരു വെറൈറ്റിയാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഈ പറഞ്ഞ ഹലുവകളൊക്കെ ഒന്ന് രുചിച്ചും കൂടെ നോക്കിയാലോ?
നമ്മൾ പച്ചമുളക് ഹൽവ കഴിച്ചു. ഇവിടെ തന്നെ വന്നത് കഴിച്ചു നോക്കണം. ഡ്രൈ ഫ്രൂട്ട് ഹൽവയാണ്. ഇതിൽ ഈ ഐറ്റംസ് ഹണി ഡ്രൈ ഫ്രൂട്ട് ഹൽവ. ഇതിൽ ഈ ഐറ്റംസ് ഒക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേനിലിട്ട് വെച്ച് അതൊന്ന് പാകപ്പെട്ട് പിടിച്ച് അതിന് ശേഷം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഹൽവയാണ്. ഞാനിത് ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഓസം നമ്മൾ ഇതുവരെ കേട്ടിട്ടോ കണ്ടിട്ടോ ഇല്ലാത്ത തരം ഹൽവകളാണ് പ്രധാനമായിട്ട് ശങ്കരൻ ബേക്കറിൽ കാണാൻ കഴിയുന്നത്. അത് തന്നെയാണ് ഈ കടയുടെ ഏറ്റവും വലിയ പ്രത്യേകതയും. ഇപ്പോൾ ഇനിയുള്ളത് അത്തിപ്പഴ ഹൽവയാണ്. ചേട്ടാ, എന്താണ് അതിൻ്റെ ഒരു? അത്തിപ്പഴം എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ എപ്പോഴും ഏത് സമയത്തും കിട്ടുന്ന ഒരു ഫ്രൂട്ടാണ്. ഡ്രൈ ഫ്രൂട്ടിൽ ഏറ്റവും ടോപ്പായി നിൽക്കുന്ന ഒരു ഫ്രൂട്ടാണ് അത്തിപ്പഴം എന്ന് പറയുന്നത്. അത് റിയലായിട്ട് ഞങ്ങൾ ചേർത്തിട്ട് ഹൽവ ഉണ്ടാക്കുന്നത്. അത്രേ ഉള്ളൂ. അത്തിപ്പഴം പാകത്തിന് ചേർത്തില്ലെങ്കിൽ പണി പാളും. അപ്പോൾ ആ ലെവലിൽ ചേർക്കണം. അതിൻ്റെ ഹൽവയുടെ ഒരു വേവ് വരുമ്പോൾ ആ അത്തിപ്പഴം ചേർത്ത് കൊടുക്കാം. എന്നാലേ ആ കറക്റ്റായിട്ടുള്ള ആ ടേസ്റ്റ്, ആ ഓരോ പീസ് കടിക്കുമ്പോഴും അതിൻ്റെ തരി കടിച്ചുകൊണ്ടേ ഇരിക്കും. അതാണ് അതിൻ്റെ പ്രത്യേക ടേസ്റ്റ്. അത്തിപ്പഴത്തിൻ്റെ ഹൽവ ഇതാണ്. കണ്ടോ, ഇതിൽ ഓരോന്നിലും ആ തരിതരിപ്പ് നമുക്കിത് കഴിക്കുമ്പോഴെല്ലാം അറിയാൻ പറ്റും. ഇതിൽ ഓരോന്നിലും അത്തിപ്പഴത്തിന്റെ ശരിക്കും ഒരു എസൻസ് ഒന്നും ചേർക്കാതെ അത്തിപ്പഴം വെച്ച് തന്നെയാണ് ഇത് ചെയ്യുന്നത്. നമുക്ക് ഓരോ പീസും ഗീയും ചേർത്തിട്ടാണ് ഓരോ പീസ് കഴിക്കുമ്പോഴും നമുക്ക് ആ ഒരു തരിതരിപ്പ് ഉണ്ടല്ലോ, അത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അടുത്ത ഇനി ഓറഞ്ച് ഹൽവ, മാംഗോ ഓറഞ്ച് ഹൽവ ഉണ്ട്, മാംഗോ ഹൽവ ഉണ്ട്. ഇതിൻ്റെയൊക്കെ പൾപ്പ് ഉപയോഗിച്ച് തന്നെ ഇത് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അരി വറുത്തെടുത്തിട്ടാണ് ഈ ഹൽവ ഉണ്ടാക്കുന്നത്. റൈസ് ഹൽവയാണ്. ഇതിൽ അരിയുണ്ട്, അവിലുണ്ട്, തേങ്ങാപ്പൂളുണ്ട്. ഇതെല്ലാം ചേർത്തിട്ട് ഒരു പായസം കഴിച്ച മട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു ക്രിസ്പിനെസ് ഒക്കെ ആയിട്ട് വളരെ നന്നായിട്ടുണ്ട്. നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഈ ഹൽവ കഴിക്കാതെ എന്തായാലും വാങ്ങാതെ പോയത് കേട്ടോ. അപ്പോൾ ശങ്കരേട്ടൻ്റെ കടയിലെ പച്ചമുളക് ഹൽവയൊക്കെ കഴിച്ച് അതുപോലെ പുതുതായിട്ട് ഇവരുണ്ടാക്കുന്ന പരീക്ഷണ ഹൽവകളെല്ലാം കഴിച്ച് എല്ലാത്തിനും 100% ഉറപ്പൊക്കെ വരുത്തി. വളരെ ടേസ്റ്റിയാണ്. ഇനി നിങ്ങൾ കോഴിക്കോട് വരികയാണെങ്കിൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ അടുത്ത് തന്നെയാണ് ശങ്കരൻ ബേക്കറി ഉള്ളത്. അപ്പോൾ ഇവിടെ വന്നിട്ട് കഴിച്ചിട്ടേ പോകാവൂ, ഹൽവ വാങ്ങിയിട്ടേ പോകാവൂ. അപ്പോൾ ഇന്നത്തേക്ക് ഇവിടെ നിന്ന് നമ്മൾ ഇവിടെ പറയുകയാണ്. മറ്റൊരു കടയിലേക്ക് വീണ്ടും പുതിയ ഐറ്റംസുമായിട്ട് നമുക്ക് വരാം, കാണാം, കഴിക്കാം, വിവരങ്ങൾ പങ്കുവയ്ക്കാം. സൈനിങ് ഓഫ്, ലക്ഷ്മി.